സമരച്ചൂട് കുറയ്ക്കാനോ സർക്കാരിൻ്റെ ശ്രമം എന്നാണ് സൂപ്പർ പ്രൈം ടൈം ആദ്യം ചർച്ച ചെയ്യുന്നത്. ശ്രീ നിധീഷ്, എന്തുകൊണ്ടാണ് വിദ്യാഭ്യാസ മന്ത്രിയുമായുള്ള ചർച്ച തുടങ്ങിയ ഉടൻ തന്നെ ABVP ബഹിഷ്കരിച്ച് ഇറങ്ങിയത്? തീർച്ചയായും വലിയ പ്രതീക്ഷയോടുകൂടിയാണ് ABVP ഈ ചർച്ചയിൽ പങ്കെടുത്തത്. ഇന്നുകൊണ്ട് ഈ സമരം അവസാനിപ്പിക്കാനുള്ള ശ്രമം സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകും എന്നുള്ള പ്രതീക്ഷ ABVPയും മുഴുവൻ വിദ്യാർത്ഥി സംഘടനകളും വെച്ചു പുലർത്തിയിരുന്നു. വിദ്യാർത്ഥി സംഘടനകൾ 6 പേരും വിദ്യാർത്ഥിനികളുടെ ഭാഗത്തു നിന്ന് 2 പേരുമാണ് ചർച്ചയിൽ പങ്കെടുത്തത്. പക്ഷേ എല്ലാ വിദ്യാർത്ഥികളും വിദ്യാർത്ഥി സംഘടനകളും ആവശ്യപ്പെട്ട വിഷയം ഒന്ന്, ലക്ഷ്മി നായർ പ്രിൻസിപ്പാൾ സ്ഥാനത്ത് നിന്ന് മാറാനുള്ള ഒരു നിലപാട് അല്ലെങ്കിൽ ഒരു തീരുമാനം അത് സർക്കാർ എത്രയും പെട്ടെന്ന് കൈക്കൊള്ളണം. രണ്ടാമത്തെ വിഷയം ഈ ആരോപിതമായിട്ടുള്ള ലോ അക്കാഡമി അത് സർക്കാർ ഏറ്റെടുക്കുന്ന തീരുമാനത്തിലേക്ക് ഗവൺമെൻറ് വരണം. ഈ 2 വിഷയമാണ് പ്രധാനപ്പെട്ട ചർച്ചയായിട്ട് വന്നത്. പക്ഷേ വിദ്യാഭ്യാസ മന്ത്രി ചർച്ചയിൽ തുടങ്ങുന്ന സമയത്ത് വിദ്യാഭ്യാസ മന്ത്രി ആദ്യമായിട്ട് സംസാരിച്ചത് ഇൻറ്റേർണൽ അസസ്മെൻറ്റിൻ്റെ പേരിലാണ് വലിയ ചർച്ചകൾ നടക്കുന്നത്, അതുകൊണ്ട് പ്രിൻസിപ്പളുടെ കയ്യിൽ നിന്ന് ഇൻറ്റേർണൽ അസസ്മെൻറ്റ് മാറ്റുന്ന തരത്തിലുള്ള കാര്യങ്ങൾ പരിശോധിക്കാം എന്ന നിലക്കുള്ള ചർച്ചയാണ് തുടങ്ങിയത്. ആ കാര്യമല്ല, പ്രിൻസിപ്പളെ മാറ്റാൻ വേണ്ടിയിട്ടാണ് തീരുമാനമെടുക്കേണ്ടത്, ആ വിഷയത്തിൽ ചർച്ച നടക്കണം എന്ന് പറഞ്ഞ സമയത്ത് ഈ വിഷയം ഞാൻ ആദ്യമായിട്ടാണ് കേൾക്കുന്നത് എന്ന നിലപാടാണ് വിദ്യാഭ്യാസ മന്ത്രി കൈക്കൊണ്ടത്. വിദ്യാഭ്യാസ മന്ത്രിക്ക് ഈ സമരം തുടങ്ങി 3ാമത്തെ ദിവസം ശ്രീ രമേശ് ചെന്നിത്തല അദ്ദേഹത്തിന് മുന്നിൽ ഈ വിഷയം പറഞ്ഞിരുന്നു. വിദ്യാർത്ഥി സംഘടനകൾ എത്രയോ തവണ ഈ വിഷയം വിദ്യാഭ്യാസ മന്ത്രിയുടെ മുന്നിൽ അവതരിപ്പിച്ചു. പക്ഷേ ഇത് ആദ്യമായിട്ട് കേൾക്കുന്ന രീതിയിലാണ് വിദ്യാഭ്യാസ മന്ത്രി വിദ്യാർത്ഥി സംഘടനകളോട് സംസാരിച്ചത്. അതുകൊണ്ട് ഈ തരത്തിൽ ഒരു മുൻകൂട്ടി തയ്യാറാക്കിയിട്ടുള്ള തിരക്കഥയുടെ ആവിഷ്കാരമാണ് ഈ ചർച്ചയിൽ നടന്നത് എന്ന നിലക്കാണ് ABVPക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിച്ചത്. പക്ഷേ പിന്നീട് വിദ്യാഭ്യാസ മന്ത്രി പറയുകയുണ്ടായി, ഈ പ്രിൻസിപ്പലിനെ ആ സ്ഥാനത്ത് നിന്ന് നീക്കണമെന്നതടക്കമുള്ള ആവശ്യങ്ങൾ വിദ്യാർത്ഥി സംഘടനാ പ്രതിനിധികൾ ഉന്നയിച്ചുവെന്നും സർക്കാർ അത് മുഖവിലേക്ക് എടുക്കുകയും ചെയ്തുവെന്നും. അപ്പോൾ അതിവ്യഗ്രതയോടെയുള്ള ഒരു നിലപാടെടുത്തുകൊണ്ട് താങ്കളും താങ്കളുടെ വിദ്യാർത്ഥി സംഘടനയും ഇറങ്ങിപ്പോയതും ഒരു തിരക്കഥയുടെ ആവിഷ്കാരമായിരുന്നു? ഒരിക്കലുമല്ല. കഴിഞ്ഞ 15 ദിവസമായിട്ട് വിദ്യാർത്ഥിനികളടക്കമുള്ളവർ അവിടെ നിരാഹാര സമരത്തിലാണ്. എൻ്റെ ചോദ്യം, അവിടെ ഒരു അല്പസമയം കൂടി സാവകാശം കൊടുത്തുകൊണ്ട് ഈ ചർച്ച ഫലപ്രദമായി മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ എത്രത്തോളം സഹായകരമായി സഹകരിക്കാം എന്നൊരാലോചന എന്തുകൊണ്ടില്ലാതെ പോയി? തീർച്ചയായും ഈ ചർച്ച നടന്നത് ഏകദേശം അരമണിക്കൂർ സമയമാണ്. ഏകദേശം 25 മിനിറ്റ് ABVPയെ പ്രതിനിധീകരിച്ചുകൊണ്ട് ABVPയുടെ ഭാഗത്തു നിന്ന് പോയവർ അവിടെ ഇരുന്നിട്ടുണ്ടായിരുന്നു. ഈ സമരം തുടങ്ങിയത് കേവലം ഇന്നലെയോ മിനിങ്ങാന്നുമല്ല, കഴിഞ്ഞ 10 മണിക്കൂർ ചർച്ച 25 മിനിറ്റ് ABVP പ്രതിനിധികൾ ഇരുന്നു. തീർച്ചയായും 5 മിനിറ്റ് ബാക്കി നിൽക്കുകയാണ് ബഹിഷ്കരിച്ചത്. തീർച്ചയായും ശരി. ഹരിചന്ദൻ, ഇവിടെ ഒന്നാമതായി നിങ്ങൾ വിദ്യാഭ്യാസ മന്ത്രിയെ ഇന്ന് കാണുമ്പോൾ ഈ സാഹചര്യത്തെപ്പറ്റി ഒരു പ്രാഥമികമായ ബോധം സർക്കാരിൻ്റെ ഈ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന ഉത്തരവാദപ്പെട്ട മന്ത്രി എന്ന നിലയിൽ അദ്ദേഹത്തിനുണ്ടാകും എന്ന് സ്വാഭാവികമായും കരുതിയിട്ടുണ്ടാകുമല്ലോ. പക്ഷേ ആദ്യ ശ്രോതാവ് എന്ന നിലയിലും ഒരു പഠിതാവിൻ്റെ സാവകാശം ചോദിച്ചുകൊണ്ടും വിദ്യാഭ്യാസ മന്ത്രി നിങ്ങളുടെ മുന്നിലിരുന്നത് അദ്ദേഹം ഈ വിഷയത്തിൽ ഇപ്പോൾ പുലർത്തേണ്ട ഒരു സമീപന രീതിയായിരുന്നോ? അല്ല, അത്തരത്തിലൊരു ഇതുവരെ കേൾക്കാത്തൊരു വിഷയത്തെ അഭിസംബോധന ചെയ്യുന്ന രീതിയിലായിട്ട് എനിക്ക് തോന്നിയിട്ട്. കാരണം ഈ ഒരു സംഘടനാ നേതാക്കളുടെ അടുത്തും അവർ ഉന്നയിക്കുന്ന വിഷയങ്ങൾ, രാജി എന്നതിനെപ്പറ്റി എല്ലാവരും സംസാരിക്കുകയാണ്. പക്ഷേ എന്തിനാണ് രാജി, അല്ല എന്തുകൊണ്ടാണ് കാര്യങ്ങൾ എന്ന കാര്യം ചോദിക്കേണ്ടായിട്ടില്ല. അപ്പം കൃത്യമായി അത് പറഞ്ഞു തുടങ്ങുമ്പോൾ തന്നെ അദ്ദേഹം പറഞ്ഞതെന്ന് പറഞ്ഞാൽ ആ കാര്യങ്ങളെപ്പറ്റി സംസാരിക്കേണ്ട ആവശ്യമില്ല, എനിക്കതിനെപ്പറ്റി അറിയാവുന്നതാണ്. ഇവിടെ അതെ, ഈ കാര്യങ്ങളെപ്പറ്റി എനിക്കറിയാം. അത് ഒരു വിദ്യാർത്ഥി സംഘടനാ നേതാക്കളും അതിനെപ്പറ്റി സംസാരിച്ചില്ല. എല്ലാവരും രാജി എന്ന കാര്യം എന്തുകൊണ്ട് ഒരു സ്പെസിഫിക് ആയിട്ട് ഒരൊറ്റ പോയിന്റിൽ നിർത്തുന്ന രീതിയിലേക്കാണ് ചർച്ച മുമ്പോട്ട് പോയത്. അപ്പോൾ അതിനകത്ത് ഈ പറഞ്ഞതുപോലെ അദ്ദേഹം ചോദിച്ചത് ഇതിനെപ്പറ്റി കൂടുതൽ പഠിക്കാനോ അല്ലെങ്കിൽ ഈ വിഷയങ്ങൾ എന്താണെന്ന് മനസ്സിലായിട്ടില്ല എന്നുള്ള രീതിയിലാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അദ്ദേഹം പറഞ്ഞത് ഈ ഒരു കാര്യങ്ങളിൽ ഈ രാജി എന്നുൾപ്പെടെയുള്ള ആവശ്യങ്ങൾ നടത്തിയെടുക്കാൻ ഒരു സാവകാശം വേണം, അല്ലെങ്കിൽ സാവകാശം എന്നല്ല, അത് അടിയന്തര സാഹചര്യം എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ അത്രയും പെട്ടെന്ന് നിലപാടെടുക്കാം എന്നുള്ള നടപടിയെടുക്കാം എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ 30 മിനിറ്റ് കൂടിയാലോചന. 30 മിനിറ്റ് ഏകദേശം 25 മിനിറ്റ് ABVP പ്രവർത്തകർ ഇരുന്നു. ABVPയുടെ പ്രവർത്തകർ ആ ചർച്ചയുടെ ഗതി എന്താണ് എന്നതിനെ പറ്റി ബോധ്യം വന്നപ്പോഴാണ് ബഹിഷ്കരണം അല്ല, അത് കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ മന്ത്രി എന്ന നിലയിൽ അദ്ദേഹം സംസാരിച്ച് തുടങ്ങുന്ന ഒരവസ്ഥയിൽ തന്നെ ഒരു വിയോജിപ്പ് എനിക്ക് അവർ കാണിച്ചു എന്നാണ് തോന്നുന്നത്. കാരണം ഈ പറഞ്ഞ രീതിയിൽ 30 മിനിറ്റ് ചർച്ചയുണ്ടായിരുന്നെങ്കിൽ 25 മിനിറ്റിൽ ഒരു 18-20 മിനിറ്റോളം എന്താണ് വിദ്യാർത്ഥികൾക്ക് പറയാനുള്ളതെന്ന് അദ്ദേഹം കേൾക്കുകയായിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ്. നിധീഷ്, ഇന്നിപ്പോൾ നിങ്ങൾ വിദ്യാഭ്യാസ മന്ത്രിയെ കാണുമ്പോൾ ഈ കൂടിക്കാഴ്ചയുടെ അടിസ്ഥാനത്തിൽ ഉടൻ തന്നെ നിങ്ങൾ ഉന്നയിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യത്തിൽ അപ്പോൾ തന്നെ ഒരു തീരുമാനം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചുവെങ്കിൽ അത് നിങ്ങളുടെ സംഘടന പൊതുവിൽ ഇത്തരം സമരമുഖങ്ങളിൽ കാര്യമായി ഇറങ്ങാതിരുന്നതിൻ്റെ ഒരു പാകതക്കുറവാണോ?
ഒരിക്കലുമല്ല. ഇന്ത്യയിലെ ഏറ്റവും വലിയ വിദ്യാർത്ഥി സംഘടനയാണ് ABVP. ഭാരതത്തിലെ 29 സംസ്ഥാനത്തിൽ ദിനംപ്രതി ആയിരക്കണക്കിന് വിദ്യാർത്ഥികളെ പങ്കെടുപ്പിച്ചുകൊണ്ട് സമരങ്ങൾ നടത്തുന്ന ഒരു വിദ്യാർത്ഥി സംഘടനയാണ് ABVP. അതിവേഗത്തിലല്ല. ഇത് കേവലം ഇന്നലെയോ മിനിങ്ങാന്നോ ഉണ്ടായതല്ല. കഴിഞ്ഞ 15 ദിവസമായിട്ട് എല്ലാ വിദ്യാർത്ഥി സംഘടനകളും ഒരേ സ്വരത്തിൽ പറയുന്ന കാര്യമാണ് ലക്ഷ്മി നായരുടെ രാജി എന്നുള്ളത്. അതിൽ നിന്ന് ഒരു കാരണവശാലും ഒരു വിദ്യാർത്ഥി സംഘടനയും ഇന്നും ചർച്ചയിൽ നിന്ന് പിൻവാങ്ങിയിട്ടില്ല. നിതീഷ്, ഒരു കാര്യം, ഇവിടെ ഈ സർവകലാശാല പ്രാഥമികമായി ഈ വിഷയത്തിൽ ഇടപെട്ടു. പെട്ടെന്ന് തീരുമാനമെടുക്കുകയാണോ ചെയ്തത്? അല്ല, എല്ലാ വിഭാഗത്തെയും കേൾക്കുകയാണ് ചെയ്തത്. സമാനമായ ഒരു കൈനീട്ടലാണ് സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായത്. അതൊക്കെ നിങ്ങളുടെ സമരത്തിൻ്റെ ഗൗരവം ഉൾക്കൊണ്ടെടുത്ത നടപടികളാണ്. അതല്ലാതെ നിങ്ങളെ കേൾക്കുക, ഉടൻ തന്നെ തീരുമാനമെടുക്കുക എന്ന ഒരു സമീപനത്തിൻ്റെ ഭാഗമായി വന്നതല്ല. വിദ്യാഭ്യാസ മന്ത്രി ഉടൻ തീരുമാനം എടുക്കണമെന്ന് ABVP ഒരു ഘട്ടത്തിലും ആവശ്യപ്പെട്ടിട്ടില്ല. അങ്ങ് ആദ്യം പറഞ്ഞത് അങ്ങനെയാണ്. അല്ല, ഞങ്ങൾ പറഞ്ഞു വന്നത് ഈ വിദ്യാർത്ഥി സംഘടനകളുടെയും വിദ്യാർത്ഥികളുടെയും ആവശ്യം എന്നുള്ളത് ലക്ഷ്മി നായരുടെ രാജിയാണ്. ലക്ഷ്മി നായരുടെ രാജിക്ക് ആവശ്യമായിട്ടുള്ള ഒരു ചർച്ചയും വിദ്യാഭ്യാസ മന്ത്രി ഒരു ഘട്ടത്തിലും. ഞാൻ താങ്കളിലേക്ക് വരാം. ശ്രീ ജ്യോതികുമാർ ചാമക്കാല, ഇവിടെ ഇപ്പോൾ ഇന്ന് തന്നെ ഈ കാര്യങ്ങളെല്ലാം നിവർത്തിച്ചു കിട്ടും എന്ന് തെറ്റിദ്ധരിച്ച് ഈ വിദ്യാർത്ഥി സംഘടനകളുടെ ശക്തരായ ചെറുപ്പക്കാർ വിദ്യാഭ്യാസ മന്ത്രിയെ പോയി കണ്ടിട്ടുണ്ടാകില്ല. പക്ഷേ കാര്യങ്ങൾ എങ്ങനെയാണ് ഈ സർക്കാർ കൈകാര്യം ചെയ്യാൻ പോകുന്നത് എന്നതൊരു സൂചന ഇവർക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ടാകും സ്വാഭാവികമായും. അങ്ങനെ വരുമ്പോൾ ലക്ഷ്മി നായരെ തൊടാതെ തന്നെ പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ളൊരു മധ്യസ്ഥ റോളിലേക്ക് വിദ്യാഭ്യാസ മന്ത്രി മാറി എന്ന സംശയം ABVPക്ക് ഉണ്ടായെന്ന് ആ സംഘടനയുടെ പ്രതിനിധിയുടെ പ്രതികരണത്തിൽ നിന്ന് മനസ്സിലാകുന്നുണ്ട്. നിങ്ങളുടെ ഒരു അഭിപ്രായം എന്താണ്? സർക്കാർ ഇപ്പോൾ മുൻകൈയെടുത്ത് ഈ ചർച്ചയ്ക്ക് വിളിച്ചത് സ്വാഗതാർഹമായ നടപടിയെന്നാണോ അതോ സമരം തണുപ്പിക്കാനുള്ള ഉപായമെന്നാണോ? അല്ല, ഇതിനകത്ത് അതിൻ്റെ ഔട്ട്കം ഫൈനലായിട്ട് വന്നതിന് ശേഷമേ നമുക്ക് ഇതിൻ്റെ അവരെ ഇൻറ്റൻഷൻ മനസ്സിലാവുള്ളൂ. അതിപ്പോൾ നമ്മൾ ഇപ്പോൾ അതൊരു പ്രിമച്ചുറാണ് ആ ഒരു ചർച്ച. കാരണം ഈ വിദ്യാർത്ഥികളെ സംബന്ധിച്ച് ഇതാരും പ്രലോഭിപ്പിച്ചിട്ടോ ഉണ്ടായ സമരമല്ല. അവർ സ്വയം ഉണ്ടാക്കിയൊരു സമരം. ആ സമരം ഇപ്പോൾ 15 ദിവസം പിന്നിട്ടിരിക്കുന്നു. അവരതേസമയം തന്നെ യൂണിവേഴ്സിറ്റിയെ അഡ്രസ്സ് ചെയ്തിട്ടുണ്ട്, ഗവൺമെൻറ്റിനെ അഡ്രസ്സ് ചെയ്തിട്ടുണ്ട്. ഗവൺമെൻറ് സ്വാഭാവികമായും മന്ത്രിക്ക് മറ്റേ ഉത്സവമായിരുന്നു, അവരുടെ യുവജനോത്സവമായിരുന്നു. അത് കഴിഞ്ഞ് അദ്ദേഹം തിരിച്ചെത്തിയിരിക്കുന്നു. ഇതിനിടയ്ക്ക് തന്നെ മുമ്പ് സൂചിപ്പിച്ചതുപോലെ പ്രതിപക്ഷ നേതാവ് ഇതുമായി ബന്ധപ്പെട്ട വിഷയം മന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തി. അദ്ദേഹം ഹയർ എഡ്യൂക്കേഷൻ സെക്രട്ടറിയോട് റിപ്പോർട്ട് നേടി. ആ റിപ്പോർട്ടിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഇന്നലെ വീണ്ടും പ്രതിപക്ഷ നേതാവ് സമരപ്പന്തലിലെത്തിയതിനു ശേഷം മന്ത്രിയുമായി ബന്ധപ്പെട്ടാണ് ചർച്ചയ്ക്ക് വിളിച്ചത്. അപ്പോൾ ഒരു ദിവസം കൊണ്ട് ചർച്ച തീർന്നില്ല എന്നുള്ളത് കൊണ്ട് പിന്നോട്ട് പോകുന്നു എന്നൊന്നും ഞാൻ പറയുന്നില്ല. ഇവിടെ അതുപോലെ തന്നെ പ്രിൻസിപ്പലിനെ സംരക്ഷിക്കുക എന്നൊരു സമീപനം സർക്കാരിൻ്റെ പ്രവൃത്തിയിൽ നിന്ന് നിങ്ങൾക്ക് സംശയം തോന്നുന്നുണ്ടോ? അങ്ങനെ അല്ല ശ്രീ വേണു, അത്തരത്തിലൊരു നിലപാടിലേക്ക് പോകാൻ കേരളത്തിൽ ആർക്കും ഇനി സാധ്യമല്ല. കാരണം ഈ കുട്ടികൾ പറയുന്നത് ന്യായമാണെന്ന് കേരളത്തിലെ പൊതുസമൂഹത്തിന് ബോധ്യപ്പെട്ട് കഴിഞ്ഞു. അത്തരത്തിൽ ഈ പറഞ്ഞതുപോലെ പ്രിൻസിപ്പലിനെ സംരക്ഷിക്കാൻ ആരെങ്കിലും പുറകോട്ട് ശ്രമിച്ചാൽ അവർ ഈ പൊതുസമൂഹത്തിൽ നിന്ന് ഒറ്റപ്പെടുമെന്നുള്ള കാര്യത്തിൽ ആർക്കാ തർക്കം? കാരണം അത്രയ്ക്ക് ഗ്രേവായിട്ടുള്ള ഇഷ്യൂസാണ് അവർ മുന്നോട്ട് ഓരോ ദിവസവും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇന്നിപ്പോൾ വന്നിരിക്കുന്നത് അതിനേക്കാൾ ഭീകരമാണ്. കുട്ടികളോട് അത് അവരാണ് പറയേണ്ടത്, അവർക്കുണ്ടായിരിക്കുന്ന പീഡനം എത്രത്തോളമാണെന്ന്. അഡ്വക്കേറ്റ് സംഗീത ലക്ഷ്മണ, ഇവിടെ വിദ്യാർത്ഥികൾ ഒന്നടങ്കം സമരത്തിലാണ്. അവരുടെ പരാതികൾ സർവകലാശാല തന്നെ മുൻകൈയെടുത്ത് കേട്ടുകൊണ്ടിരിക്കുന്നു. സർക്കാർ അവരെ ചർച്ചയ്ക്ക് വിളിച്ചിരിക്കുന്നു. ഈ പരാതി പ്രളയങ്ങളുടെ അടിസ്ഥാനത്തിൽ ഒന്നും ചെയ്യാതിരിക്കാൻ സർവകലാശാലയ്ക്കും സർക്കാരിനും കഴിയില്ല എന്ന് തന്നെ വിലയിരുത്തിക്കൂടെ? ഇവരുടെ മുഖ്യ ആവശ്യത്തിലേക്ക് എത്തുന്ന തരത്തിലാണ് ഈ പരാതികൾ പോകുന്നത് എന്ന് ഇപ്പോൾ കരുതാൻ കഴിയുമോ? അഡ്വക്കേറ്റ് സംഗീത ലക്ഷ്മണ. ഞാനതിന് മുമ്പേ വേറെ 2-3 കാര്യങ്ങൾ അങ്ങോട്ട് എനിക്ക് ഇതിൻ്റെ ഒരു ക്ലാരിറ്റി കിട്ടിയിട്ടില്ല. കാരണം ഇത് ഒന്നാമത് ഞാൻ ഈ മീഡിയ റിപ്പോർട്ട്സ് മുഴുവനോടെ ഫോളോ ചെയ്തിട്ടില്ല. രണ്ടാമത് ഞാൻ ഓൺലൈനിലൊക്കെ നമ്മൾ സെർച്ച് ചെയ്യുമ്പോഴും ഒക്കെ എനിക്ക് അറിയേണ്ട 2-3 കാര്യങ്ങളുണ്ട്. ഈ ജിഷ്ണു എന്ന് പറയുന്ന കുഞ്ഞുണ്ടല്ലോ, നമ്മുടെ പാമ്പാടി നെഹ്റു എഞ്ചിനീയറിംഗ് കോളേജിലെ കുഞ്ഞ്. ആ കുഞ്ഞ് മരിക്കുന്നത് ജാനുവരി 6-ാം തീയതിയാണ്. ഈ കേരള ലോ അക്കാഡമിയുടെ മുമ്പിൽ സമരം തുടങ്ങുന്നത് ഞാൻ മനസ്സിലാക്കിയത് ശരിയാണെങ്കിൽ ജാനുവരി 11-ന് മാത്രമാണ്. ഈ ജിഷ്ണു എന്ന് പറയുന്ന കുഞ്ഞ് മരിക്കുന്നതിന് മുൻപ് തന്നെ നിലനിന്നിരുന്ന ഗ്രീവൻസസ് ആണ് ഇപ്പോൾ ഈ കുട്ടികൾ പറയുന്നത്. എനിക്കറിയേണ്ടത്, ഇപ്പം നമ്മൾ ബ്യൂട്ടീഷ്യൻ കോഴ്സ് പഠിക്കുന്നതോ അല്ലെങ്കിൽ സിവിൽ എഞ്ചിനീയറിങ്ങിൻ്റെ ഡ്രാഫ്റ്റിംഗ് കോഴ്സ് പഠിക്കുന്നതോ ഒക്കെ ആയിട്ടുള്ള കുട്ടി, ഞാൻ ആ തൊഴിലിനെ ഒന്നും വില കുറച്ച് കാണുകയല്ല. നിയമം കൈകാര്യം ചെയ്യാൻ നിയമ പഠനം നടത്തുന്ന കുട്ടികൾ, എനിക്കറിയേണ്ട ഒരു കാര്യം ഇത് മാത്രമാണ്. അതായത് അത് കഴിഞ്ഞിട്ട് ഞാൻ ചർച്ചയിൽ പങ്കെടുക്കാൻ എനിക്ക് ആഗ്രഹമുണ്ട്. എനിക്കറിയേണ്ടത് ഈ സ്ട്രൈക്ക് തുടങ്ങുന്നത് ജാനുവരി 11-ന് സ്ട്രൈക്ക് തുടങ്ങുന്നതിന് മുൻപ് ഈ രാഷ്ട്രീയമായി വളരെയധികം രാഷ്ട്രീയപരമായി വളരെയധികം ആക്റ്റീവായിട്ടുള്ള ആക്ടിവിറ്റീസ് നടക്കുന്ന ഒരു കോളേജ് കൂടിയാണ്. എല്ലാ യൂണിയനുകളിലും വളരെ ആക്റ്റീവായിട്ടുള്ള പാർട്ടിസിപ്പേഷനുള്ള കോളേജ് തന്നെയാണത്.
അവിടെ ഈ സ്റ്റുഡൻസ് ഓർഗനൈസേഷൻ ഏതെങ്കിലും ABVPയോ SFIയോ KSUO ഇനി ബാക്കി ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെല്ലാം ഇതിലേതെങ്കിലും ഒരു ടീം റിട്ടൺ ആയിട്ടൊരു റെപ്രസെൻറ്റേഷൻ രേഖാമൂലം ഒരു പരാതി പ്രിൻസിപ്പാളിനെതിരെയോ അല്ലെങ്കിൽ അവിടെ നടക്കുന്ന നടപടികൾക്കെതിരെയോ അവരുടെ പരാതി രേഖാമൂലം ഒരു എൻ്റെ അടുത്തൊരു ഗ്രീവൻസുമായിട്ട് ഇപ്പോൾ വേണു വരിക എന്ന് വിചാരിക്കാം, വരാതിരിക്കട്ടെ. അങ്ങനെ ആരെങ്കിലും ഒരാൾ എൻ്റെ മുമ്പിൽ ഒരു ഗവൺമെൻറ്റൽ അതോറിറ്റി അല്ലെങ്കിൽ ഗവൺമെൻറ്റിന് കൺട്രോളുള്ള ഒരു അതോറിറ്റിക്കെതിരെ ഒരു പരാതിയുമായിട്ട് എൻ്റെ അടുത്ത് വന്നാൽ ഞാൻ ആദ്യം ചോദിക്കുന്ന ചോദ്യം, നിങ്ങൾ രേഖാമൂലം പരാതി കൊടുത്തിട്ടുണ്ടോ? ഹാവ് യു പ്ലേസ്ഡ് ഇൻ ദ റെപ്രസെൻറ്റേഷൻ ബിഫോർ എനി കൈൻഡ് ഓഫ് അതോറിറ്റി എന്നുള്ള ക്വസ്റ്റനാണ് ഞാൻ ആദ്യം ചോദിക്കുന്നത്. അങ്ങനെ ഉണ്ടെങ്കിൽ ആ രേഖ അതെവിടെ? അതങ്ങനെ നമ്മളൊരു കംപ്ലയിൻറ്റ് കൊടുത്തത് അവർ കൺസിഡർ ചെയ്യാത്തതാണോ, അതോ കൺസിഡർ ചെയ്തത് തെറ്റായിട്ട് കൺസിഡർ ചെയ്തതാണോ എന്നുള്ളൊരു റാഡിക്കൽ ബേസിക് ക്വസ്റ്റ്യൻ ഉണ്ട്. അത് എസ്പെഷ്യലി ഇൻ വ്യൂ ഓഫ് ദ ഫാക്ട് ദാറ്റ് ദീസ് ആർ ലോ സ്റ്റുഡൻസ്. നാളെ നിയമം എന്ന് പറഞ്ഞിട്ട് നിയമം കൈകാര്യം ചെയ്യാനായിട്ട് പുറത്തേക്ക് ഇറങ്ങി വരേണ്ട കുട്ടികളാണ്. പല കുട്ടികളും ഫൈനൽ ഇയർ സ്റ്റുഡൻസ് ആണെന്നാണ് പറയുന്നത്. ഇവരെ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം അവരങ്ങനെ ഒരു കംപ്ലയിൻറ്റ് ഈ ജാനുവരി 11 എന്ന് പറയുന്ന ഡേറ്റിന് മുമ്പേ ഒരു അതോറിറ്റിയുടെ മുമ്പിലും കൊടുത്തിട്ടില്ല. പ്രിൻസിപ്പളിൻ്റെ മുമ്പിൽ പ്രിൻസിപ്പളിന് അഗൻസ്റ്റ് ആയിട്ടുള്ളൊരു കംപ്ലയിൻ്റ് ആണെങ്കിൽ ഹാവ് ദേ പ്ലേസ്ഡ് എ റിട്ടൺ റെപ്രസെൻറ്റേഷൻ ബിഫോർ ദി ഡയറക്ടർ ഹൂം ഷീ ഈസ് അക്കൗണ്ടബിൾ ടു കൊടുത്തിട്ടുണ്ടോ? ഉണ്ടോ ഇല്ലയോ പറയും. 1. 2, ഈ ഡയറക്ടറും പ്രിൻസിപ്പളും അച്ഛനും മകളും ആണെന്ന് ഇരിക്കെ അങ്ങനെയാണ് കുഴപ്പമെങ്കിൽ ഡയറക്ടർ ബോർഡിൽ കൊടുക്കാമല്ലോ. യൂണിവേഴ്സിറ്റിക്ക് നേരിട്ട് കംപ്ലയിൻറ്റ് കൊടുക്കാമായിരുന്നല്ലോ. ഏതെങ്കിലും ഒരു റിട്ടൺ കംപ്ലയിൻറ്റ് എവിടെയെങ്കിലും കൊടുത്തിട്ടുണ്ടോ ഈ കുട്ടികൾ? ഇതെപ്പോഴാണ് ഇവർക്ക് ഈ ഗ്രീവൻസ് വരുന്നത്? അതും നിയമം കൈകാര്യം ചെയ്യാനുള്ള കുട്ടികൾക്ക് ഇതിന് മുമ്പേ ധൈര്യമില്ലായിരുന്നതായി പറയുന്നു. എന്താ ഇത്? ഏതോ താല്പര്യത്തിന് വേണ്ടി ആരുടെയോ താല്പര്യത്തിന് വേണ്ടി ഒരു സമരം തുടങ്ങുക. അതും ജാനുവരി 6 വിഷ്ണു മരിച്ചിട്ട് ജാനുവരി 11 6 മുതൽ 11 വരെ ഇവരാരും അനങ്ങുന്നില്ല. അതിൻ്റെ ഇടയിൽ ഒരു വീക്കെൻഡ് വരുന്നു, അതൊക്കെ പോയി ആഘോഷിച്ചു അടിച്ചു പൊളിച്ച് റെഡിയാക്കിയിട്ട് തിരിച്ചു വരുന്നു. വീക്കെൻഡ് കഴിഞ്ഞ് മൺഡേ തുടങ്ങുന്നു.